മലയാളത്തിൻ്റെ ലക്കി സ്റ്റാർ എന്നാണ് കനിഹയെ അറിയപ്പെടുന്നത്. കനിഹ പടത്തിലുണ്ടെങ്കിൽ ആ സിനിമ വിജയം തന്നെയായിരിക്കും. അത് തന്നെയാണ് എപ്പോഴും ആരാധകരും പറയുന്നത്. മലയാളത്തിൽ അധികം നടിമാർക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ഭാഗ്യം തന്നെയാണ് കനിഹയ്ക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരുന്നതും. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം തുടങ്ങിയവരുടെ എല്ലാം നായികയെ അഭിനയിക്കാൻ കനിഹയ്ക്ക് കഴിഞ്ഞിരുന്നു. ദിലീപിനൊപ്പവും കനിഹ അഭിനയിച്ചിട്ടുണ്ട്. മോഡൽ രംഗത്ത് നിന്നാണ് കനിഹ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. അഭിനയത്തേക്കാൾ കൂടുതൽ ആരാധകർ എന്നും കനിഹയെ ശ്രദ്ധിച്ചിരുന്നത് ആദ്യം മുതൽ തന്നെ കനിഹയുടെ പാട്ടായിരുന്നു. കനിഹയ്ക്കും എപ്പോഴും പാട്ട് പാടാനും തൻ്റെ ശബ്ദത്തെ സിനിമയിൽ എത്തിക്കാനുമൊക്കെ ഒരുപാട് താല്പര്യം തന്നെയായിരുന്നു. അത് തന്നെയാണ് കനിഹയെ സിനിമയിലേക്ക് എത്തിച്ചതും. പിന്നീട് അവതാരികയായും കനിഹ തിളങ്ങിയിട്ടുണ്ട്. മോഡലിംഗ് രംഗത്തുണ്ടായിരുന്ന കനിഹയെ സംവിധായകനായ സൂസി ഗണേശനാണ് സിനിമയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം തമിഴിലും കന്നഡയിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ തന്നെ കനിഹ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്ന ചിത്രത്തിലൂടെയാണ് താരം മലയാളത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിന്നീട് ഒരുപാട് സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് കനിഹ. താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടാറുണ്ട്. 2009 പുറത്തിറങ്ങിയ സത്യൻ അന്തിക്കാട് ചിത്രം ഭാഗ്യദേവതയിലൂടെയാണ് ആദ്യമായി കനിഹ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതേ വർഷം തന്നെ മമ്മൂട്ടിയുടെ ബ്രഹ്മാണ്ഡ ചിത്രമായ പഴശ്ശിരാജയിലും കനിഹ അഭിനയിച്ചു. കനിഹയുടെ വിവാഹശേഷമാണ് കനിഹയുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഭാഗ്യം എത്തിച്ചേരുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. മോഡലിംഗ് രംഗത്ത് സജീവമായ കനിഹയുടെ ഭർത്താവ് മറ്റാരുമല്ല, ശ്യാം രാധാകൃഷ്ണൻ തന്നെയാണ്. ശ്യാമിൻ്റെയും കനിഹയുടെയും പ്രണയ വിവാഹമായിരുന്നു. ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ നേരത്തെ കനിഹ തന്നെ ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകൻ കൂടിയുണ്ട്. ഋഷി എന്നാണ് മകൻ്റെ പേര്. ഇപ്പോഴിതാ തൻ്റെ മകനെക്കുറിച്ചും തൻ്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയതിനെക്കുറിച്ചും തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് കനിഹ തന്നെ. മരണത്തോട് പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ കുട്ടിയാണ് തൻ്റെ മകനെന്നാണ് കനിഹ തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത്. കനിഹയുടെ മകൻ ഋഷി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് എങ്ങനെയെന്നാണ് താരം തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുന്നത്. ഋഷി ഞങ്ങളുടെ അത്ഭുത ബാലനാണ് എന്നാണ് കനിഹ തുറന്നു പറയുന്നത്. മരിക്കുമെന്ന് ഡോക്ടർമാർ തന്നെ വിധിയെഴുതിയ ഒരു കുട്ടി, എന്നാൽ മരണത്തെ തോൽപ്പിച്ച് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ അവനൊരു രാജകുമാരനാണ് എന്നും കനിഹ തുറന്നു പറയുന്നു. വിദേശത്തായിരുന്നു കനിഹയുടെ പ്രസവമൊക്കെ. ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നു. ആദ്യം തന്നെ കുഞ്ഞിനെ കയ്യിൽ തന്നിട്ട് ഉടനെ തന്നെ ഡോക്ടർമാർ തിരിച്ചു വാങ്ങിക്കൊണ്ടുപോയി. അപ്പോൾ തന്നെ എന്തോ സംശയം തോന്നിയിരുന്നതായും കനിഹ പറയുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് കുഞ്ഞിൻ്റെ അസുഖത്തെക്കുറിച്ച് അറിയുന്നത്. ഒരുപക്ഷെ ഇനി അവനെ ജീവനോടെ കാണില്ലെന്നും അവർ പറഞ്ഞു. 10 മാസം ചുമന്നുപെറ്റ കുഞ്ഞിനെ ആദ്യമായി കയ്യിൽ വെച്ച് തന്നിട്ട് ഇനി കുഞ്ഞിനെ ജീവനോടെ ഒരുപക്ഷെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരമ്മയുടെ മനസ്സിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് കനിഹ ചോദിക്കുന്നത്. ആ സമയം താൻ തളർന്നു പോയി എന്നും കനിഹ പറയുന്നു. അലമുറയിട്ട് കരഞ്ഞിരുന്നു. മകന് ഓപ്പൺ ഹാർട്ട് സർജറി നടത്താനായിരുന്നു ഡോക്ടർമാർ തീരുമാനിച്ചിരുന്നത്. പരാജയപ്പെട്ടാൽ കുട്ടിക്ക് മരണം തന്നെ സംഭവിക്കാമെന്നും ഡോക്ടർമാർ അറിയിച്ചു. വിജയിച്ചാൽ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപാട് കടമ്പകൾ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. ഓരോ സമയം തങ്ങൾ പ്രാർത്ഥനയോടെയാണ് തള്ളി നീക്കിയത്. ആദ്യമായിട്ടാണ് ഒരു ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുവരെ നല്ല ജീവിതത്തിന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നതെന്നും കനിഹ പറയുന്നു. ഓരോ ദിവസവും തന്നെ കൊണ്ട് ഓരോ പേപ്പറുകളിൽ ആശുപത്രി അധികൃതർ ഒപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടിരുന്നു. കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണെന്നും എന്തെങ്കിലും പറ്റിയാൽ ആശുപത്രിക്കും ഡോക്ടർമാർക്കും ഉത്തരവാദിത്തമില്ല എന്നുള്ള സമ്മതപത്രമായിരുന്നു അവയെല്ലാം തന്നെ. ഒടുവിൽ 50ാമത്തെ ദിവസമാണ് തൻ്റെ കുഞ്ഞിനെ തനിക്ക് കാണാൻ പറ്റുന്നതെന്നും കനിഹ പറയുന്നു. സൂചി കുത്താത്ത 1 ഇഞ്ച് സ്ഥലം പോലും തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്നില്ല. 2 മാസം ICUവിൽ മരണത്തോട് പോരാടി അവൻ വിജയിച്ച് തിരിച്ചു വന്നു, ഞങ്ങളുടെ രാജകുമാരനായി. മകൻ്റെ ശരീരത്ത് ഇപ്പോഴും സർജറിയുടെ പാടുണ്ടെന്നും, അതായത് വയറിൽ നിന്ന് നെഞ്ചിലോട്ട് പോകുന്ന ഭാഗത്ത് ഇപ്പോഴും കീറിമുറിച്ച പാടുണ്ടെന്നും കനിഹ തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ്. കനിഹയുടെ ഈ ഒരു കുഞ്ഞ്, അതായത് ഋഷിക്ക് ശേഷം ഇവർക്ക് ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നു. കനിഹ 2ാമതും പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നാൽ 5ാം മാസത്തിൽ ആ കുഞ്ഞ് വയറിൽ വെച്ച് തന്നെ അബോർഷനായി പോയി കാര്യവും കനിഹ തന്നെ തുറന്നു പറഞ്ഞെത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് ജീവിതം ഒരുപാട് മാറി. ഒരുപാടൊക്കെ വിഷമങ്ങൾ അനുഭവിച്ചെങ്കിലും ജീവിതത്തിൽ ഇപ്പോൾ താൻ ബോൾഡായി എന്നാണ് കനിഹ പറയുന്നത്. അഭിനയ രംഗത്ത് സജീവമാകാനും താല്പര്യമുണ്ട് എന്നും കനിഹ പറയുന്നുണ്ട്. പ്രസവശേഷം ഒരു മോഡലിങ്ങിനായി അല്ലെങ്കിൽ ഒരു മോഡലിംഗ് രംഗത്ത് എത്തിയപ്പോൾ തൻ്റെ വയറിലെ സ്ട്രെച്ച് മാർക്കൊക്കെ കണ്ട കുറേ പേർ തന്നെ കളിയാക്കിയിരുന്നു. എന്നാൽ താനൊരു അമ്മയാണെന്നും 2ാമതൊരു കുഞ്ഞിന്
അബോർഷൻ കഴിഞ്ഞ ഒരു സ്ത്രീയാണെന്നും അഭിമാനത്തോടു കൂടിയാണ് അന്ന് കനിഹ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തിലെ ഈ പാടുകളൊന്നും തൻ്റെ ജീവിതത്തെയും മനസ്സിനെയും ബാധിക്കുന്നില്ല എന്നും കനിഹ തുറന്നു പറഞ്ഞിരുന്നു. ഒരുപാട് പേരാണ് കനിഹയുടെ ഈ ഒരു അഭിമുഖം കണ്ട ശേഷം കനിഹയ്ക്ക് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തിയതും.